ഹലോ, ഇന്നേ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ 2 കൊല്ലം മുമ്പ് എനിക്കൊരു സ്കാമിൽ കുറച്ച് കാശ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കേസിൻ്റെ ആവശ്യത്തിന് പോയതാണ്. കേസ് അവർ ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവർക്ക് പ്രതിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെന്തോ നോട്ടീസൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ അത് തന്ന് മേടിച്ചു. പിന്നെ അവിടെ വരെ എത്തിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ പുത്തമ്പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെ ചുമ്മാ അവിടെയൊക്കെ നടന്നു. പിന്നെ ഫെജിയുടെ മറ്റേ ബീഡ്സിൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് ഞാൻ കുറച്ച് അല്ലറ ചില്ലറൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു. പൊന്നൂട്ടൻ കുറേ നാളായി ബീച്ച് സെറ്റ് മേടിച്ചത്, അത് ബീച്ചിൽ കളിക്കുന്ന സാധനം മേടിക്കണം എന്ന് പറയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മേടിച്ചു കൊടുത്ത് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് അതൊക്കെ മേടിച്ചു. പിന്നെ ഇങ്ങനെ നടന്നു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശക്ത സ്റ്റാൻഡ് വരെ നടന്നു കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ആകാശപാത. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ തൃശ്ശൂർ വന്നപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ആകാശപാത ഇതായിരിക്കും തോന്നുന്നു കേട്ടോ, ഓപ്പൺ ആയേക്കുന്നത്. അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. ഞാൻ പടിയിൽ കൂടെ അങ്ങനെ മുകളിലോട്ട് കയറിപ്പോയി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ശക്തം മാർക്കറ്റാണ്. അവിടെയൊക്കെ നടക്കാനും കാണാൻ. കാരണം ഈ ചൂടത്തുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ നല്ല സുഖം. കാരണം ഫുൾ AC ആണ്. നല്ല സുഖം ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഫുള്ള് നടന്നു. കാരണം ശക്ത സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ഞാനൊക്കെ നല്ല ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല കുളിരുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖത്തിൽ നടക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു സൈഡിലുള്ള ഇതാണ് ഫുൾ വ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറ സൈഡിലേക്ക് എത്തണം എനിക്ക്. അപ്പുറത്തെ സൈഡല്ല, ഇപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നു. ഏതൊരു സൈഡിലേക്ക് എനിക്ക് എത്താനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ 4 സൈഡും നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ നടന്ന് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ശക്തൻ മാർക്കറ്റ്, ശക്ത സ്റ്റാൻഡിലേക്ക് പോകുന്ന പടി ഇറങ്ങുന്ന സ്റ്റെപ്പിൽ എന്തോ പണിയായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ലിഫ്റ്റിൽ കയറാനായിട്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. കാരണം വെറും ബംഗാളികൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഇറങ്ങി ശക്ത സ്റ്റാൻഡിൽ നിന്ന്